ഹലോ, എല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് SCERT കംപ്ലീറ്റ് ചെയ്തിരുന്നത്. പലരും ധരിച്ചു വെച്ചിട്ടുള്ള ഒരു ധാരണ എന്താണെന്ന് ഞാൻ പറയട്ടെ. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. പഴയ SCERTയും അതുപോലെ പുതിയ SCERTയും ഒക്കെ കൂടെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സിലബസ് പഠിച്ചു തീർക്കുകയെന്ന് കേട്ടോ. അത് എന്താ പറയുക, അത് പഠിച്ചവർക്ക് അറിയാം. ഓൾഡ് SCERTയിലുള്ള കണ്ടൻസ് തന്നെയാണ് ന്യൂ SCERTയിലും ഉള്ളത്. പക്ഷേ ഓൾഡ് SCERTയിൽ ഇല്ലാത്ത കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ന്യൂ SCERTയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾഡ് SCERT പഠിച്ചൊരു വ്യക്തിക്ക് ന്യൂ SCERT സിമ്പിളായിരിക്കും. കാരണം അതൊരു റിവിഷൻ കൂടിയായിരിക്കും ന്യൂ SCERT പഠിക്കുക എന്നുള്ളത്. പിന്നെ അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ്, കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓരോ ക്ലാസ്സിലെയും നമ്മൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള SCERT ചാപ്റ്റേഴ്സ്, ഓരോ ക്ലാസ്സിലെയും SCERT ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ പഠിക്കുക. ഇപ്പോൾ 5ാം ക്ലാസ്സിലെ നമുക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ എടുത്തിട്ട്, ഇപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം വായിച്ചു വിടും. പിന്നെ അത് റിവിഷൻ ചെയ്യുമ്പോൾ ഞാൻ കിച്ചണിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാനത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓഡിയോ ക്ലാസ് കാണാറാണ് കേട്ടോ ചെയ്യുക. എപ്പോഴൊന്നും എനിക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓഡിയോ ക്ലാസ് കേട്ടിട്ടാണ് അത് റിവിഷൻ ചെയ്യുക. കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ പഠിക്കുക. കുറച്ച് പോർഷൻസ് ഒരു ദിവസം പഠിക്കും, അടുത്ത പോർഷൻസ് അടുത്ത ദിവസം പഠിക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് അത് എല്ലാം കൂടെ ഞാൻ ഓഡിയോ ക്ലാസ് കേട്ടിട്ടാണ് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് വായിച്ചിട്ട് നമ്മൾ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓഡിയോ രൂപത്തിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാതും കൂടെ കാണുമ്പോൾ, എല്ലാ ചാപ്റ്റേഴ്സും കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആണ്. അല്ലെങ്കിലേ SCERT പഠിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് കേട്ടോ അത്. പക്ഷേ നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. പഠിച്ചെങ്കിലേ ഉള്ളൂ നമ്മൾ മെയിൻ ലിസ്റ്റിലൊക്കെ വരിക. നിങ്ങൾക്കറിയാമല്ലോ, SCERT നിന്നാണ് കൂടുതൽ PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ SCERT പഠിക്കൽ നിർബന്ധമാണ്. പിന്നെ ജോഗ്രഫിയൊക്കെ ഞാൻ 2-3 പ്രാവശ്യം കേട്ടിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ പഠിക്കേണ്ടത് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിക്കുക കേട്ടോ. കാരണം ജോഗ്രഫിയിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് എക്സ്ട്രാ പോയിൻറ്റ്സ് വരും. അപ്പോൾ അത് നമ്മൾ പഠിക്കുക കേട്ടോ. 2-3 പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും. പിന്നെ റിവിഷനും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഓരോ ക്ലാസ്സിലെയും നമുക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തീർന്നിട്ടേ ഉള്ളൂ മറ്റുള്ള ക്ലാസ്സിലേക്ക് പോവുക കേട്ടോ. അല്ലാതെ ഞാൻ ഒരു ക്ലാസ് പഠിക്കും, പിന്നെ കുറച്ച് അടുത്ത ക്ലാസ് പഠിക്കും, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അടുത്ത ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിലേക്ക് പോവുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാതും കൂടി ഇങ്ങോട്ടാവുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നില്ല. SCERT നമുക്ക് പഠിക്കാനേ തോന്നില്ല. പിന്നെ SCERT പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ റിവിഷൻ ഇല്ലാതെ SCERT വെറുതെ വായിച്ചു പോയിട്ട് കാര്യമല്ല. നമുക്ക് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഒരു പോയിൻറ്റ്സ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അപ്പോൾ ആഴ്ചയിൽ 3 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിലത്തെ പോയിൻറ്റ്സ് ഒക്കെ വിട്ടുപോകും. അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ SCERT കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്സ്റ്റാണ് കേട്ടോ അത്. ദ ബെസ്റ്റ് അക്കാദമിയുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് അതിൽ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും.
അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെയും SCERT പഠിക്കാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെട്ടെന്ന് SCERT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പഠിക്കുന്നതോടൊപ്പം തന്നെ റിവിഷനും കൂടെ ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ SCERT കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.